ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രോയിങ് ട്രയാങ്കിൾസ് എന്നുള്ള പാഠമാണ്. 7ാം ക്ലാസ് മാത്സിലെ പാഠമാണ്. അതായത് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് 3 മെഷേഴ്സ് തരും. അപ്പോൾ അത് വെച്ചിട്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇപ്പോൾ പറഞ്ഞു, ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ കുറഞ്ഞത് 3 മെഷറെങ്കിലും വേണം, എങ്കിലേ നമുക്ക് കൃത്യമായിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നതിന് 3 കണ്ടീഷൻസ് ആണ് വേണ്ടത്. ഒന്നെങ്കിൽ 3 സൈഡ് തരണം, ഓക്കെ, അതായത് 3 സൈഡ് തരണം. അല്ലെങ്കിൽ 2 സൈഡ് ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾ, അതായത് 2 സൈഡും അതിനിടയിൽ ഒരു ആംഗിളും. അല്ലെങ്കിൽ 1 സൈഡ് ആൻഡ് 2 ആംഗിൾ അറ്റ് ഇറ്റ് എൻഡ്സ്, അതായത് ഒരു സൈഡും അതിൻ്റെ 2 അറ്റത്തുള്ള ആംഗിളും. ഈ 3 കണ്ടീഷനിലാണ് ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റുക. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനായിട്ടുള്ള 3 സൈഡ്, ഓക്കെ, അത് 3 സൈഡ് വന്നാൽ എങ്ങനെ വരയ്ക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു സൈഡ് എടുക്കാം. 2, 3, 4, ഓക്കെ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പോൾ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൈഡ്, ഈ 3 ഏറ്റവും വലിയ സൈഡ് ബേസ് ആയിട്ട് ഉറപ്പിക്കുന്നതാണ്. ഓക്കെ, അതാകുമ്പോൾ ഒരു ചെറിയ ഫിഗറേ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ധാരാളം സ്ഥലം വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 4 സെൻറ്റിമീറ്റർ വരയ്ക്കുക. അതിനുശേഷം ഒരു റഫ് സൈഡിൽ ഇങ്ങനെ വരച്ച് വയ്ക്കുക. അതായത് 4 ഇങ്ങനെ, ഇവിടെ നിന്ന് 2, ഇവിടെ നിന്ന് 3. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ട്രയാങ്കിൾ കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് 2ഉം ഇവിടെ നിന്ന് 3ഉം വരുന്ന രീതിയിൽ കട്ടാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പെൻസിലും സ്കെയിലും വെച്ച് വരയ്ക്കൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കറക്റ്റ് രണ്ടും കൂടി കൂട്ടിമുട്ടണം എന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കോമ്പസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ കോമ്പസിൽ 2 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്തു, എന്നിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്തു. ഇനി ഇവിടെ നിന്ന് 3ഉം കൂടി കട്ട് ചെയ്യുന്നിടത്ത് അതിൻ്റെ 3rd വെർട്ടെക്സ് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾക്ക് ആ ഇത് ജോയിൻ ചെയ്ത് നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് കണ്ടു ഒരു സ്ഥലത്ത് കൂട്ടി കിട്ടി, അവിടേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് സൈഡ്സിൻ്റെ ലെങ്ത് ഒക്കെ എഴുതാം. 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് റിക്വയർഡ് ട്രയാങ്കിൾ കിട്ടി. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് 2 സൈഡ് 1 ആംഗിൾ, അതായത് 2 സൈഡും ഒരു ആംഗിൾ എവിടെയെങ്കിലും തന്നാൽ പോരാ, അതിൻ്റെ ഇടയിൽ വരണം. ഓക്കെ, അതായത് 2 സൈഡ് 1, 2, ഇവിടുത്തെ ആംഗിൾ അങ്ങനെയൊന്നും തന്നാൽ വരയ്ക്കാൻ പറ്റില്ല. 2 സൈഡ് ആൻഡ് 1 ആംഗിൾ. ഓക്കെ, അങ്ങനെയുള്ള കേസ് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ഇപ്പോൾ റഫായിട്ട് ഒന്നും വരയ്ക്കാം. ഇത് 4, ഇത് 3, ഇത് 50 ഡിഗ്രി വരയ്ക്കാം. ഇതാണ് നമ്മുടെ റഫ്. ഫസ്റ്റ് തന്നെ നമുക്ക് സൈഡ് ഒരെണ്ണം വരയ്ക്കാം. 4 വരയ്ക്കാം. ഓക്കെ, നമ്മൾ 50 ഡിഗ്രി പ്രൊട്രാക്ടറിൽ എടുക്കുക. പ്രൊട്രാക്ടർ എപ്പോഴും അടുത്ത് തന്നെ വെക്കുന്നു. അപ്പോൾ പ്രൊട്രാക്ടർ എടുത്തിട്ടുണ്ട്, അതിൽ 50 ഡിഗ്രി എടുക്കണം കേട്ടോ. കോമ്പസൊക്കെ എപ്പോഴും ടൈറ്റ് ആയിട്ടിരിക്കണം, ലൂസാക്കി വെക്കരുത്. അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കോമ്പസൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അത് കൃത്യമായിട്ട് വെക്കുക. അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് ആംഗിൾ എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ നോക്കുക. അപ്പോൾ 50 ഡിഗ്രി എടുത്തു. ഓക്കെ, നമുക്ക് നീട്ടിയൊരു ലൈൻ അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇനി ഇവിടെ നിന്ന് 3 എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 3 സെൻറ്റിമീറ്റർ സ്കെയിലിൽ എടുക്കുക. അപ്പോൾ നമ്മുടെ റിക്വയർഡ് ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ നമുക്ക് സൈഡ്സ് എഴുതാം. 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 50 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രയാങ്കിളും ആയി. നമുക്ക് 3rd ഇതിലേക്ക് വരും. 3rd സൈഡ് എന്ന് പറഞ്ഞാൽ 1 സൈഡ് 2 ആംഗിൾ അറ്റ് ഇറ്റ് എൻഡ്സ്. ഓക്കെ, 2 ആംഗിൾ ഒരു സൈഡിൻ്റെ 2 അറ്റത്ത് വരണം. അങ്ങനെയുള്ള കേസിൽ നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ 4 സെൻറ്റിമീറ്റർ, 50, 70 ഈ രീതിക്ക് ഒരെണ്ണം വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബേസ് 4 തന്നെ എടുത്ത് വരയ്ക്കുക. ഓക്കെ, നമ്മൾ പ്രൊട്രാക്ടറിൽ ഇവിടെ നിന്ന് 50,
പിന്നെ ഇവിടെ നിന്ന് 70. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ സെറ്റ് ചെയ്യുമ്പോൾ സൈഡ്സ് എഴുതാം. 4 സെൻറ്റിമീറ്റർ, 50 ഡിഗ്രി, 70 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ട്രയാങ്കിൾസ് 3 ഇതും തന്നാൽ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ 3 കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. 3 സൈഡ് തന്നാൽ 2 സൈഡ് ആൻഡ് 1 ഇൻക്ലൂഡഡ് ആംഗിൾ, 1 സൈഡ് ആൻഡ് 2 ആംഗിൾ അറ്റ് ഇറ്റ് എൻഡ്സ്. അങ്ങനെ തന്നാൽ ട്രയാങ്കിൾ വരയ്ക്കാനാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇതാണ് കൂടുതലും പരീക്ഷയ്ക്ക് ചോദിക്കാറ്. ഇവിടെ നിങ്ങൾ ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താലും അതിൻ്റെ ഏതെങ്കിലും 2 സൈഡ് കൂട്ടിക്കഴിഞ്ഞാൽ അതിന് മൂന്നാമത്തതിനേക്കാളും നീളം ഉണ്ടാകും. ഓക്കെ, ആദ്യത്തെ കേസ് എടുക്കാം, രണ്ടാമത്തെ കേസ് എടുക്കാം. അതായത് ഏത് 2 സൈഡ് കൂട്ടിയാലും അതിന് മൂന്നാമത്തെ സൈഡിനേക്കാളും നീളം കാണും. അതാണ് ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ഒരു ലോ പറയുന്നത്. അതായത് ഏതൊരു ട്രയാങ്കിൾ എടുത്താലും അതിൻ്റെ 2 സൈഡ്, ഇഷ്ടമുള്ള 2 സൈഡ് കൂട്ടിയാൽ അതിന് മൂന്നാമത്തതിനേക്കാളും നീളം ഉണ്ടാവണം, അല്ലെങ്കിൽ അതൊരു ട്രയാങ്കിൾ അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈഡ്സ് 1, 1, 2 എന്നാണെന്ന് ഇരിക്കട്ടെ. ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഇതാണെന്ന് പറഞ്ഞു. ഇത് വെച്ചിട്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നും കൂട്ടി. ഓക്കെ, 2 ഈക്വൽ ടു 2 ആണ്. അതായത് 2 വലുതൊന്നുമല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. നമുക്ക് നോക്കാവുന്നതുള്ളത് 2 വരച്ചു, ഇവിടെ നിന്ന് 1 വരച്ചു, ഇവിടെ നിന്നും 1 വരച്ചു. ഓക്കെ, അത് രണ്ടും കൂടി ഇങ്ങനെ മുട്ടിപ്പോവുകയുള്ളൂ. അതൊരിക്കലും ഇങ്ങനെ കൂട്ടിമുട്ടത്തില്ല. ഓക്കെ, പിന്നെ അതുപോലെ 2, 3, 7 വെച്ചിട്ട് വരച്ചു നോക്കട്ടെ. അപ്പോഴും എങ്ങനെയാണ് 7 വരച്ചു, ഇവിടെ നിന്ന് 2, ഇവിടെ നിന്ന് 3. ഓക്കെ, അതും ആ ലൈനിൽ തന്നെ 2 സ്ഥലങ്ങളായിട്ട് കട്ട് ചെയ്യുന്നുള്ളത്, കൂട്ടിമുട്ടുന്നില്ല. അപ്പം അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം അങ്ങനെ നോക്കാം. ആദ്യത്തെ കേസിൽ രണ്ടും കൂടി ഇങ്ങനെ മുട്ടി, പക്ഷെ അത് ട്രയാങ്കിൾ ആകാൻ പാകത്തിനല്ല, ജസ്റ്റ് സെയിം ആയിട്ട് മുട്ടി തിരിച്ചു പോയി. രണ്ടാമത്തെന്ന് പറയുമ്പോഴേക്കും ഒരു വരെ തന്നെ 2 പോയിന്റിലാണ് മുട്ടിയത്, പക്ഷെ അതുകൊണ്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. മൂന്നാമത്തെ സൈഡ്, അതായത് ഇപ്പോൾ 3, 4, 5 ഇങ്ങനത്തെയൊക്കെ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് 5 വരച്ചു, 3, 4. ഓക്കെ, നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റും. അതായത് 3 + 4 > 5. അതായത് ഒന്നുകൂടി പറയുന്നു, ഏതൊരു ട്രയാങ്കിൾ എടുത്താലും അതിൻ്റെ ഏതെങ്കിലും 2 സൈഡ്സ് കൂട്ടിയാലും മൂന്നാമത്തിനേക്കാളും നീളം ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ട്രയാങ്കിൾ ആയിരിക്കുള്ളൂ. ഓക്കെ, അതാണ് ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് ഒരു അപ്പൻഡിക്സ് പോലെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.